വളരെ വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ രാജ്യത്ത് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 14 പ്രധാനമന്ത്രിമാരോളം ഈ രാജ്യം ഭരിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്നൊന്നും കേൾക്കാത്ത ശബ്ദങ്ങളും അന്നൊന്നും കാണാത്ത പുതിയ പുതിയ കാര്യങ്ങളുമാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന എടുത്ത് വീശിക്കളയും എന്നൊക്കെയാണ് ഇലക്ഷന് മുമ്പ് ചിലരൊക്കെ പ്രസ്താവനകൾ ഇറക്കിയത്. എല്ലാ സംസ്ഥാനവും ഞങ്ങൾ പിടിക്കും, 450 സീറ്റും പിടിക്കും, ഇതെല്ലാം മാറ്റി എഴുതും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ പ്രചരണ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഭരണഘടന മാറ്റില്ലേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ജയിച്ചാൽ പാകിസ്ഥാൻ നമ്മുടെ ഭരണഘടന മാറ്റും എന്നൊക്കെയാണ് പ്രസംഗത്തിൽ കേൾക്കുന്നത്. ഇതിനിടയിൽ 2 വിചിത്രമായ കാര്യങ്ങൾ കൂടി ഇന്നുണ്ടായി. അതിലൊന്ന്, നമ്മുടെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ, ബാരാമതി നമുക്കറിയാം, ശരത് പവാർ എന്ന് പറയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുടെ പണ്ട് മുതലേ ഉള്ള ഒരു പ്രധാനപ്പെട്ട ബാസ്റ്റണാണ്, ഒരു ഈറ്റില്ലമാണ് ഈ ബാരാമതി എന്ന് പറയുന്നത്. അവിടെ മത്സരിക്കുന്നത് സുപ്രിയ സുലെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളാണ്. കഴിഞ്ഞ തവണയും MP ആയിരുന്നു. എന്നാൽ ഇത്തവണ നമ്മുടെ അജിത് പവാറിൻ്റെ ഭാര്യയെ അവിടെ ഫീൽഡ് ചെയ്യിച്ചു. അങ്ങനെ ഫീൽഡ് ചെയ്യിച്ച അവിടെ ഒരു ശക്തമായ മത്സരത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെ സുപ്രിയ സുലെ കടന്നു വരുമെന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നവർ പറയുന്നത്. അതൊന്നുമല്ല കൗതുകം. ഈ വോട്ട് ഇട്ട EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരുന്ന അതിൻ്റെ സ്റ്റോറേജ് ഗോഡൗണിൻ്റെ CCTV ദൃശ്യങ്ങൾ കൃത്യം 45 മിനിറ്റ് അങ്ങ് ഓഫായി. നമ്മൾ നാടൻ ഭാഷയിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ ഒരു പീരീഡ് സമയം, ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 3/4 മണിക്കൂറാണല്ലോ ഒരു പീരീഡ്, അങ്ങനെ അങ്ങ് ഓഫായിപ്പോയി. ഇത് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് അവിടെ വലിയ വിഷയമായി. ഒടുവിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തത് കമ്മീഷൻ ഇടപെടാൻ വേണ്ടിയല്ല. നാളെ മറ്റൊരു സാഹചര്യത്തിൽ ഇലക്ഷൻ കേസായി ചിലപ്പോൾ കോടതിയിൽ പോകേണ്ടി വന്നാൽ അതിന് കൊടുത്തതാവാനേ തരമുള്ളൂ. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്തു കളയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് അവിടുത്തെ കരണ്ട് പോയ കഥയാണെങ്കിൽ നമ്മുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്ത് തുണി പൊക്കി നോക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. BJPയുടെ സ്ഥാനാർത്ഥി മാധവി ലത, അവർ ഹൈദരാബാദിലെ സ്ഥാനാർത്ഥിയാണ്. അവർ ബുർഖ ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം വോട്ടർ വോട്ട് ചെയ്യാനായി വന്നപ്പോൾ അവരുടെ ഫോട്ടോഗ്രാഫുമായിട്ട് മാച്ച് ചെയ്യുന്നോ എന്നറിയാൻ കാർഡ് വാങ്ങിച്ച് തുണി പൊക്കി നോക്കി. യഥാർത്ഥത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥിക്ക് അവിടെ വെച്ച് വോട്ടറെ പരിശോധിക്കാനോ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള യാതൊരു അവകാശവുമില്ല. ഇത് നമ്മുടെ പഴയ ട്വിറ്ററായ എക്സ് പ്രൊഫൈലിൽ വാർത്തയായി വന്നിട്ടുണ്ട്. അത് കാണുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ഈ പറയുന്ന മറ്റ് ചട്ടങ്ങളുടെയും ഒക്കെ ഗുരുതരമായ ലംഘനമാണ്. അത് പരിശോധിക്കാൻ അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് നോക്കാം, അവർക്ക് പരിശോധിക്കാം. പക്ഷേ ഇവിടെ നോക്കിയത് സ്ഥാനാർത്ഥി തന്നെയാണ്. അങ്ങനെയുള്ള ചില സംഗതികളെയൊക്കെയാണ് ഇപ്പോൾ വർത്തമാനകാല വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടത്തും വിതച്ചിട്ടുള്ളത്. അത്തരമൊരു വിത്താണ് അവിടെ മുളപൊട്ടിയത്. അത് അവിടെ ആയതുകൊണ്ട് കേസെടുത്ത് ഈ FIR ഇട്ട് ഈ കുറ്റകരമായ ക്രിമിനൽ സംഭവത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ 2 സംഗതികളും ഇന്ന് നമ്മുടെ മഹത്തായ ജനാധിപത്യ രാജ്യത്ത് സംഭവിച്ച 2 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ്. ചിരിക്കാനും ചിന്തിക്കാനും വകയുണ്ടിതിൽ.